ഞാൻ ഷിനാജും കൂടെ രാവിലെ തന്നെ നനക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഒരു ഡെയിലി റൊട്ടീൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു നനക്കൽ. പിന്നെ എനിക്ക് വലിയ റോളൊന്നും ഇല്ല ഇവിടെ. ഈ പൈപ്പ് ഇങ്ങനെ ഷിനാജ് കൊണ്ടുപോകുമ്പോൾ അതിങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. എപ്പോഴും ഞങ്ങളല്ല കേട്ടോ നനക്കാറ്. ഇപ്പം നാത്തൂനുള്ളതുകൊണ്ട് നാത്തൂനും ഉമ്മായി നനക്കും, പിന്നെ ഞങ്ങൾ നനക്കും, അങ്ങനെ മാറി മാറിയിട്ടൊക്കെ ചെയ്യും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് നനക്കാൻ വേണ്ടിയിട്ട് പോയത്. അങ്ങനെ നന കഴിഞ്ഞ് വന്ന് മുറ്റടിക്കുകയാണ്. മുറ്റടി കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്കാണ് കേട്ടോ പോയത്. ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വൃത്തിക്ക് വിരിച്ച് ഷിനാജിൻ്റെ ഷർട്ടൊക്കെ ഒന്ന് അയൺ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുവാണ്. ഈ ഒരു ബെഡ്ഷീറ്റ് എങ്ങനെയുണ്ട്? നല്ല രസമില്ലേ? ജസ്റ്റ് എത്ര 200 രൂപ എന്തോ ഉള്ളൂ കേട്ടോ. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓർഡർ ചെയ്യാൻ നേരം പിക്ചറിൽ കാണിച്ച ഫോട്ടോയിൽ കുറച്ചുകൂടെ ഡാർക്ക് കളറാണ് കേട്ടോ. പക്ഷേ കയ്യിൽ കിട്ടിയപ്പോൾ അത്രയും കളറില്ല. എന്നാലും സംഭവം അടിപൊളിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് കിട്ടുവാണെങ്കിൽ ഞാൻ ലെഫ്റ്റ് സൈഡിൽ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാവേ. ഈ ഒരു ബെഡ്ഷീറ്റ് നോർമൽ ടൈപ്പാണ് കേട്ടോ. ഇപ്പോൾ 4 സൈഡിലും ഇലാസ്റ്റിക് വരുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തതല്ല, നോർമലാണ്. അങ്ങനെ റൂമൊക്കെ വൃത്തിയാക്കിയിട്ടതിന് ശേഷം ഷിനാജിന് ലഞ്ചൊക്കെ പാക്ക് ചെയ്തത് ആളെ വർക്കിന് പറഞ്ഞു വിടുവാണ്. രാവിലെ ആണെങ്കിൽ ഹസ്ബൻഡ് എണീറ്റ് വന്ന ഉടനെ മിച്ചറും കഴിച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഷിനാജ് വർക്കിന് പോയതിന് ശേഷം ഞങ്ങൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ പരിപാടി നോക്കുവാണ്. പിന്നെ അന്നത്തെ ദിവസം ഉമ്മ വീട്ടിലില്ലായിരുന്നു കേട്ടോ. എന്തോ ഒരു ആവശ്യത്തിന് പുറത്തു പോയിരിക്കുമായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഞാൻ അരിയിട്ടു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. നമ്മളിങ്ങനെ 1 മാസത്തേക്ക് ഫുള്ളായിട്ട് വാങ്ങി വെക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ അതൊന്നും ഞാൻ ബക്കറ്റിലാക്കി വെച്ചിട്ടില്ലായിരുന്നു. അത് ഓരോന്നായിട്ട് മാറ്റി മാറ്റി ഓരോന്നിലേക്ക് വെക്കുമായിരുന്നു. ഞാൻ നൈറ്റ് ഇട്ടിരിക്കുന്ന കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. എന്ന് വെച്ച് വല്ലപ്പോഴും മാത്രമേ ഞാൻ ഇടാറുള്ളൂ. സാധനങ്ങളൊക്കെ ഫുൾ അടുക്കി പിറക്കി വെച്ചതിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള കറികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്ന് നമ്മൾ ചിക്കൻ കറിയും അവിയലും ഉണ്ടാക്കാനാണ് കേട്ടോ പ്ലാൻ ചെയ്തേക്കുന്നത്. അവിയൽ നാത്തൂൻ്റെ സ്പെഷ്യലാണ്, ചിക്കൻ കറി എൻ്റെ സ്പെഷ്യലും. അപ്പോൾ ഞാൻ ചിക്കൻ കറി വെക്കുന്ന നേരം കൊണ്ട് നാത്തൂനെ അടിച്ച് വാരി ഫുള്ള് തുടച്ചിടുന്നുണ്ട്. ആള് റെസ്റ്റിനാണ് ഇവിടെ വരുന്നതെങ്കിലും വലിയ രീതിയിൽ ആൾക്ക് റെസ്റ്റ് ഒന്നും കിട്ടാറില്ല കേട്ടോ. ഞാൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞാലും ആൾക്ക് വെറുതെ ഇരിക്കാൻ അറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പണിയും കഴിഞ്ഞ് കുളിച്ച് വന്ന് ചോറ് കഴിക്കാനിരുന്നു കേട്ടോ. നാത്തൂൻ്റെ അവിയൽ നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, അച്ചാറും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂട്ടി കഴിച്ചു.